Joshua 3:4 The Lord has promised us, You may know the way by which you should go, for you have not passed this way before. യോശുവ 3:4 ഇങ്ങനെ പറയുന്നു, അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾ അറിയും, ഇതിനു മുൻപേ നിങ്ങൾ ഈ വഴിക്ക് പോയിട്ടില്ലല്ലോ. New way means new challenges, but let me tell you, the Lord is able to remove every obstacles from our way. പുതിയ വഴികൾ എന്ന് പറയുമ്പോൾ പുതിയ തടസ്സങ്ങളും ഉണ്ടാവും. എങ്കിലും ഈ തടസ്സങ്ങളെ ഒക്കെ അതിജീവിക്കുവാൻ നമുക്ക് കൃപ നൽകുന്ന കർത്താവിനെ നമുക്ക് നോക്കാം. Stay tuned. Booker T. Washington was born in slavery. അടിമത്തത്തിൽ ജനിച്ചവനായിരുന്നു ബുക്കർ ടി വാഷിംഗ്ടൺ. Thomas Edison was a deaf person. ബധിരനായ ഒരു വ്യക്തിയായിരുന്നു തോമസ് എഡിസൺ. Abraham Lincoln was born of illiterate parents. അക്ഷരാഭ്യാസമില്ലാത്ത മാതാപിതാക്കൾക്കുണ്ടായ ഒരു പുത്രനായിരുന്നു എബ്രഹാം ലിങ്കൺ. Julius Caesar was an epileptic. അപസ്മാര രോഗമുള്ളവനായിരുന്നു ജൂലിയസ് സീസർ. In spite of all these challenges, let me tell you, these men has made history. ഈ എല്ലാ പ്രയാസങ്ങളുടെ മധ്യത്തിലും ചരിത്രം സൃഷ്ടിച്ചവരാണ് നമ്മൾ ഈ പറഞ്ഞ മഹത് വ്യക്തികൾ എല്ലാവരും തന്നെ. Are you handicapped? Let me tell you, call on the name of the Lord. നിങ്ങൾക്ക് ഒരു കുറവുണ്ടോ ജീവിതത്തിൽ? തീർച്ചയായിട്ടും യഹോവയിലേക്ക് തിരിയുക. He is able to make even in the midst of all these challenges, let me tell you, he is able to make every obstacles come to pass. ഈ എല്ലാ പ്രയാസങ്ങളുടെ മധ്യത്തിലും നിങ്ങളുടെ ആ പ്രയാസത്തെ മറികടക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നവനാണ് യേശുവ. People of God, today we are going to minister to you from the book of Joshua chapter 3. ദൈവമക്കളെ, ഞങ്ങൾ നിങ്ങളോട് ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് യോശുവയുടെ പുസ്തകം 3-ാം നിന്നാകുന്നു. We are able to see how the Lord led his people of Israelites unto the promised land. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്റെ വാഗ്ദത്ത ദേശത്തേക്ക് ദൈവം നയിച്ചത് എങ്ങനെ എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. We all know that the fact that the Lord is able to lead them unto the promised land, but in spite of this, they were able to undergo many challenges that has been put in forth of them. ദൈവമക്കളെ, ആ ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്തേക്ക് തങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത ദേശത്തേക്ക് ദൈവം അവരെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ, ദൈവം അവരെ നയിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതിനോട് ചേർന്ന്, ആ യാത്രയോട് ചേർന്ന് അവർക്കുണ്ടായിരുന്നു. Joshua collected the good news from the two spies that they are able to inherit the promised land, but before entering into that promised land, they had to face one of that greatest challenge, cross the river Jordan. യോശുവ താൻ അയച്ച ഉറ്റുനോക്കുകാരിൽ നിന്ന് ഈ സന്തോഷ വാർത്ത അറിഞ്ഞു. ദൈവം അവരുടെ കരങ്ങളിൽ ആ ദേശത്തെ നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ, അതുപോലെ തന്നെ അവർക്ക് അതിന് മുന്നേ തന്നെ, ആ ദേശം അവർ കൈവശമാക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ യോർദാൻ നദി കടക്കുക എന്നുള്ള വലിയൊരു തടസ്സം അവരുടെ മുന്നിലുണ്ടായിരുന്നു. So here we need to understand, you have the promise, but at the same time you have resistance or obstacles on the other end. ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മളിവിടെ മനസ്സിലാക്കണം. അതെന്താണെന്ന് അറിയാമോ? നമുക്കൊരു വാഗ്ദത്തമുണ്ട്, എങ്കിലും അതിന്റെ മുന്നിൽ അതിലേക്ക് നമ്മൾ എത്തിച്ചേരുവാനായി നമുക്ക് ചില തടസ്സങ്ങളും ഒരുപക്ഷെ ഉണ്ടാവാം. As the English proverb says that between the lips and the cups, the promise and the obstacle, you can see the resistance between both of these. ഒരു ഇംഗ്ലീഷ് പ്രോവർബിൽ ഇങ്ങനെ പറയാറുണ്ട്, ബിറ്റ്വീൻ ദ ലിപ്സ് ആൻഡ് ദ കപ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആ വാഗ്ദത്തം നമ്മൾ കൈവശമാക്കുന്നതിന് ഇടയിൽ നമുക്കൊരു തടസ്സം നമുക്ക് നേരിടാൻ ചാൻസ് ഉണ്ട്. In the same fashion we are able to see even in our Christian walk, we have great promises that has been kept in front of us, but we are facing obstacles in the form of our marital life, husband-wife relationship. They are having strife, even in the relationship with their children. Probably it could be their career, it could be their debts or something, pressure around them. It's been pressing them downwards. Let me tell you, people of God, we are facing much obstacles even though God's promises look much nearer. ദൈവമക്കളെ, തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇതുപോലെയുള്ള തടസ്സങ്ങൾ നമ്മളോട് കൂടെ വരാറുണ്ട്. നമ്മൾ ആ വാഗ്ദത്തം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വളരെ അടുത്ത് എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പോലും ഇതുപോലെ ഒരുപക്ഷെ കുടുംബജീവിതത്തിലുള്ള പ്രയാസങ്ങളായിരിക്കാം, മക്കളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ കടഭാരങ്ങളായിരിക്കാം, ജോലിയിലുള്ള പ്രയാസങ്ങളായിരിക്കാം, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു പോരാറുണ്ട്. You know, in this particular chapter, when Israelites were supposed to cross river Jordan, they had chosen a much wrong time, because
this was the time of harvest. And in this particular chapter, on the verse 15, it says that during the time of harvest, you know what happened? River Jordan overflows. They chose the moment that has been chosen was a very wrong time. ദൈവമക്കളെ, നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഇവർ ആ യോർദാൻ നദി കടക്കുവാൻ വന്ന സമയം എന്ന് പറയുന്നത് അത്രയൊരു വളരെ നല്ല ഒരു ടൈം ആയിരുന്നു നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം അതൊരു കൊയ്ത്തിൻ്റെ സമയമായിരുന്നു. ആ കൊയ്ത്തിൻ്റെ സമയമായിരിക്കുമ്പോഴൊക്കെ തന്നെ ഈ യോർദാൻ നദി കര കവിഞ്ഞ് ഒഴുകുന്ന രീതിയിലുള്ള അത്രയ്ക്കധികം വെള്ളമുള്ള ഒരു സമയത്താണ് ഇവർ യോർദാൻ്റെ കരയിലേക്ക് എത്തിച്ചേരുന്നത്. You know, we Malayalis used to say, എൻ്റെ സമയം അത്ര പോരായിരുന്നു, തിരഞ്ഞെടുത്ത സമയം ശരിയല്ല. This is not the right time to make this right decision. ദൈവമക്കളെ, മലയാളികളായി നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഒരു പക്ഷേ എൻ്റെ സമയം ശരിയല്ലായിരുന്നു, എനിക്ക് ഈ തീരുമാനം, അതെ, വിധിയാണ്, ഫെയ്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. തീർച്ചയായിട്ടും. But let me tell you, for God every time is the right time. Hallelujah. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവിന്റെ സമയം എപ്പോഴും കറക്റ്റ് സമയമായിരിക്കും, തക്കതായ സമയമായിരിക്കും. Amen. The Lord doesn't have any wrong time. If He has spoken to you, let me tell you, even in the midst of your challenging situation, let me tell you, He is able to prepare a way for you. ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട് എങ്കിൽ, ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും കർത്താവിന്റെ സമയം ഒരിക്കലും തെറ്റിപ്പോകാറില്ല. When there is no way, God prepares a highway. നമുക്ക് ഒരു വഴി ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി ഒരു ഹൈവേ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. And this is where we need to walk by faith and not by sight. Amen. Amen. ഇവിടെയാണ് നമ്മൾ നടക്കേണ്ടത് വിശ്വാസത്താലാകുന്നു, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ തന്നെ നമ്മൾ ഇവിടെ നടക്കേണ്ടതാകുന്നു. So through the light of this chapter, let me tell you, we are going to share some key points that how you can overcome every obstacles, every distraction in your life, but by the power of God. ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും, ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. Firstly, in this chapter, verse 3, it says that you have to follow the Lord's leading. ഇതിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ കർത്താവ് നമ്മളെ നയിക്കുന്ന രീതിയിൽ നമ്മൾ നയിക്കപ്പെടേണ്ടവരാകുന്നു. You know, Joshua and the other elders, they have shared the news to the people of Israelites that the Lord's ark is going to move forward. When you see the moment when the ark of the covenant is in progress, people of God arise and follow God's people. Follow God's leaders. ഇവിടെ ഒന്നാമതായി പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ആ ദൈവത്തിന്റെ പെട്ടകം എപ്പോഴാണോ അവരുടെ മധ്യത്തിൽ നിന്ന് യാത്ര തിരിക്കുന്നത്, അതിനെ നോക്കി അവരതിനെ പിൻഗമിക്കേണ്ടതാകുന്നു. അപ്പോൾ എപ്പോഴൊക്കെയാണോ ദൈവം നമുക്ക് ആ ഒരു ഡയറക്ഷൻ തരുന്നത്, അതനുസരിച്ച് നമ്മൾ അതിനെ അനുഗമിക്കേണ്ടതാകുന്നു. So you have to understand what is the specialty in the Ark of the Covenant. നമ്മൾ മനസ്സിലാക്കണം ആ യഹോവയുടെ പെട്ടകത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു. The Ark of the Covenant, it has 3 specialties. Okay, you have to understand. It was an embodiment of God's glory. Wherever it went, it carried the presence of God. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ യഹോവയുടെ പെട്ടകം എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ അത് പോയിരുന്നു, അവിടെയൊക്കെ ആ യഹോവയുടെ മഹത്വം അത് കൊണ്ടുപോയിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അത് വഹിച്ചുകൊണ്ട് നടന്നു. First of all, we have to understand the Ark of the Covenant carried the 2 stone tablets, not the touch tablets, the 2 stone tablets, which consist upon the 10 commandments written by the hand of the Lord. വീണ്ടും നമ്മൾ മനസ്സിലാക്കുക, ആ പെട്ടകത്തിനകത്ത് അതിനകത്തുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൽപ്പനകൾ എഴുതിയ ആ ഫലകം അത് അതിനുള്ളിൽ തന്നെ വെച്ചിരുന്നു. Secondly, we have to understand a pot of manna was kept inside the Ark of the Covenant. The manna that was provided from bread from above, which is something very special. When Joshua and his people were at the point of wilderness, the Lord said that you have to store at least a pot of manna, and it needs to be kept inside the ark, which shows the faithfulness of God towards his people.
വീണ്ടും നമ്മൾ കാണുന്നു അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നത് മന്നയുടെ ചെറിയ ഒരു പോട്ടിനകത്ത് അവർ മന്ന അതിനകത്ത് വെച്ചിരുന്നു. അത് ദൈവത്തിന്റെ അവരോടുള്ള ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തതയെ കാണിക്കുവാൻ വേണ്ടി അതും അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. Thirdly, the Ark of the Covenant, in it we are able to see Aaron's dead staff, but which miraculously, which got flourished. You know what happened? Leaves started growing up, and moreover almonds also been flourished from that dead staff. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ആദ്യമായി അതിനുള്ളിൽ ഉണ്ടായിരുന്നത് അഹറോന്റെ വടിയായിരുന്നു. അതിന്റെ ഒരു മരിച്ച അവസ്ഥയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഉണങ്ങിയ അവസ്ഥയിലായിരുന്നെങ്കിൽ അത് തളിർത്ത് ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് പിന്നീട് അതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. And it displayed the power of God in order to bring even a dead staff of Aaron into life. അപ്പോൾ അത് ഇങ്ങനെ കാണിക്കുന്നു, ദൈവത്തിന്റെ ശക്തി ആ മരിച്ചുപോയ അല്ലെങ്കിൽ തളർന്നുപോയ അല്ലെങ്കിൽ ഉണങ്ങിപ്പോയ ആ കൊമ്പിനെ പോലും തളിർക്കുവാനായിട്ട് ദൈവത്തിന് കഴിയുന്ന ശക്തിയെ അവിടെ കാണിക്കുന്നു. So wherever the Ark of the Covenant was carried, the people of God were excited to say, hey, God is with us. And that was that boost, in order to face even the deadliest of their enemies. Let me tell you, the presence of God, wherever the Ark of the Lord was carried, it was a symbolic representation, God with us. ഹല്ലേലൂയ. എവിടെയൊക്കെ ഈ ദൈവത്തിന്റെ പെട്ടകം അവരോടുകൂടെ ചേർന്ന് സഞ്ചരിച്ചോ, എവിടെയൊക്കെ അവർ ദൈവത്തിന്റെ പെട്ടകത്തെ കണ്ടോ അവരുടെ മധ്യത്തിൽ, അപ്പോഴൊക്കെ അവർ പറഞ്ഞു, അവർ വിശ്വാസത്താൽ അവർ ആർത്ത് ഇങ്ങനെ ഉല്ലസിച്ചു. കാരണം കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ നടക്കുന്നു, കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അവർ ആ കോൺഫിഡൻസിൽ, ആ സന്തോഷത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് എപ്പോഴും കാണുവാനായിട്ട് സാധിക്കും. So who is God with us? He is Emmanuel. His name is Yeshua. ഹല്ലേലൂയ. ആരാണ് നമ്മോട് കൂടെയുള്ള ഈ കർത്താവ്? അവൻ ഇമ്മാനുവേൽ, അവനാകുന്നു യേശുവ. Through the life and the ministry of Yeshua, we are able to see the Ark of the Covenant was the perfect symbol or the perfect shadow of the life of Yeshua. ദൈവത്തിന്റെ ഈ ഒരു പെട്ടകം എന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ യേശുവയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കർത്താവിന്റെ ജീവിതമാണ് ശരിക്കും ഈ പെട്ടകത്തിന്റെ പ്രസൻസ് പോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. The 10 commandments depicted the law of Moses, and the law of Moses was fulfilled through Lord Jesus Yeshua. ആ 10 കൽപ്പനകൾ അതിനെ ആ പെട്ടകത്തിനുള്ളിൽ വെച്ചിരുന്നു എന്ന് പറഞ്ഞതുപോലെ അതിനെ പൂർത്തീകരിക്കുവാൻ, അതിനെ മുഴുവനായിട്ട് ഈ ലോകത്തിൽ അതിനെ മുഴുവനും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞ ഒരേ ഒരു വ്യക്തിയായിരുന്നു യേശുവ. And the pot of manna, which was an embodiment of the bread of life, and let me tell you, Yeshua is the bread of life to us. അതിനകത്ത് വീണ്ടും നമ്മൾ കണ്ടു മന്നയെ പറ്റി. അതേപോലെ ജീവന്റെ അപ്പമായ ആ മന്നയെ പോലെ ജീവന്റെ അപ്പമായ ക്രിസ്തു ആണ്, യേശുവ ആണ് നമുക്ക് അതിന്റെ കംപ്ലീറ്റ്നെസ് അല്ല അതിന്റെ പൂർത്തീകരണം കാണുവാനായിട്ട് സാധിക്കുന്നത്. How an ineffective or a dead staff of Aaron has brought into life, in the same fashion the resurrection power of Yeshua can bring any dead thing unto life. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കാണുന്നു യേശുവയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഏതൊരു മരണത്തിന്റെ അവസ്ഥയിലും ഏതൊരു ഉണങ്ങിയ അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ജീവനെ പകരുവാൻ കഴിയുന്നത് ആ യേശുവയുടെ ജീവിതത്തിലൂടെ, കർത്താവിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയിലൂടെ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. So let me tell you, people of God, in order to overcome your obstacle, you must follow the Ark of the Covenant. Simply, let me put in plain English, you have to follow the life of Yeshua. You have to follow the teachings of Yeshua. You have to follow the words of Yeshua. If you have Yeshua with you, God with us, hallelujah, his name is Emmanuel, let me tell you, you will be able to overcome every obstacle. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ എങ്ങനെ മറികടക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ യേശുവയുടെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. കർത്താവിന്റെ എന്തൊക്കെയാണോ കർത്താവ് പഠിപ്പിച്ചത്, കർത്താവ് എന്തൊക്കെയാണോ പാലിക്കുവാൻ പറഞ്ഞത്, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ആ കർത്താവ് നിങ്ങളെ എങ്ങനെയാണോ നയിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ നയിക്കപ്പെടുവാനായിട്ട് ഒരുങ്ങുക. കർത്താവിന്റെ സാന്നിധ്യമാണ്, ആ യേശുവയുടെ സാന്നിധ്യമാണ് നമ്മളെ നമ്മുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിലനിർത്തുന്നത്. Never allow your worries to lead you. Never allow other opinions of men to lead you. You have to be led by the good shepherd, and his name is Yeshua HaMashiach.
ഒരിക്കലും നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളെ നയിക്കാതിരിക്കട്ടെ. ഒരിക്കലും മറ്റുള്ള വ്യക്തികളുടെ വാക്കുകൾ നിങ്ങളെ നയിക്കാതിരിക്കട്ടെ. അതിനൊക്കെ ഉപരിയായിട്ട് നിങ്ങളെ നയിക്കേണ്ടത്, നിങ്ങൾ നയിക്കപ്പെടേണ്ടത് ആ യേശുവ ആകുന്ന ആ ഒരു ഷെപ്പേർഡിന്റെ കീഴിലാവണം നിങ്ങൾ നയിക്കപ്പെടേണ്ടത്. Amen. Hallelujah. And on to the next step which I would like to share in the very particular chapter 3 on to verse 4, he says that when you are following the ark of the covenant, do not come close to it, but you have to keep some distance. And the Lord specifically mentioned you have to keep at least a distance of 2000 cubits from the ark of the covenant. അപ്പോൾ ഈ വചനത്തിൽ നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവര് ആ ഒരു പെട്ടകത്തിനെ അവര് അനുഗമിക്കുമ്പോൾ തന്നെ അതിനോട് ചേർന്ന് നടക്കരുത്, അവരൊരു ദൂരം ഇട്ടിട്ട് വേണം നടക്കുവാൻ എന്നുള്ളതും ആ വചനത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. I think one of the reasons why the Lord has commanded, when the crowd becomes much closer, you know what happened? The whole congregation misses the sight of the ark of the covenant. ഒരു പക്ഷെങ്കിൽ അവർ അത്ര അടുത്ത് വരരുത്, ഒരു സ്പെസിഫിക് ദൂരം, എത്ര അധികം ദൂരം നിങ്ങൾ ഇട്ട് തന്നെ യാത്ര ചെയ്യണമെന്ന് പറയുവാനുള്ള ഒരു കാരണം ഒരു പക്ഷേ ഇതായിരിക്കാം. കാരണം എല്ലാ ജനവും കൂടെ തിക്കി കൂട്ടുമ്പോൾ അതിൻ്റെ നടുക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടകത്തിൻ്റെ മേലുള്ള അവരുടെ ദൃഷ്ടി, അവരുടെ കാഴ്ച ഒരു പക്ഷെ നഷ്ടപ്പെടാനിടയുണ്ട്. ഈ ഒരു ദൂരം അവർ വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാണുവാനായിട്ട് സാധിക്കും. Sometimes I think there could be some situations in our life that we might overtake the Lord. The Lord says, no, do not walk closer to me. There could be some instances where you can walk in front of me. You have to follow. Keep a distance. Means you have to carefully observe. You have to focus upon me and just simply follow wherever I am going to lead you. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതൊരു പ്രയാസമായി നമ്മളൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ദൃഷ്ടി കർത്താവിൽ നിന്ന് പോയിട്ട് നമ്മൾ കർത്താവിനെ കൂടെ അങ്ങ് ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് ചിലപ്പോൾ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കർത്താവിനാൽ നയിക്കപ്പെടുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ കർത്താവിനെയും നയിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. As ministers of the Lord, there are people who request our prayer requests. They call us, brother, sister, you do not know how my husband is behaving unto me. You do not know how short-tempered my wife is. You do not know how the character of our children. But let me tell you, could you please pray for us? And there are some instances where even our people just process us. Get something from the Lord. What is the Lord speaking unto you? And there are some instances where the Lord says unto us, stay still. Keep some distance. I am the Lord. Give me some room. When the Lord says, be still, He is asking you, give me some room in order to do a great work in your life. അതെ പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവത്തിൻ്റെ വേലയോട് ചേർന്നുള്ള അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. പലരും ഒരുപക്ഷെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട്, പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്കറിയത്തില്ല ഞാൻ ഫേസ് ചെയ്യുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, പ്രതികൂലങ്ങൾ എന്തൊക്കെയാണ്, ഒരുപക്ഷെ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എൻ്റെ കുടുംബജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപക്ഷെ കർത്താവിനോട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് നിങ്ങൾ ഇങ്ങനൊരു ദൈവശബ്ദം ഞങ്ങൾക്ക് കേട്ട് തരണം എന്നൊക്കെ പലപ്പോഴും ഞങ്ങളെ ആ രീതിയിൽ ഞങ്ങളെ അങ്ങ് വളരെയധികം പ്രസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ബി സ്റ്റിൽ. അതായത് കർത്താവിന് നമ്മളൊരു സ്പേസ് കൊടുക്കണം. കർത്താവ് എന്താണോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ട് കാത്തിരിക്കണം. പലപ്പോഴും നമ്മുടെ ഒപ്പീനിയൻസും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊന്നും ആയിരിക്കത്തില്ലെങ്കിലും അതൊക്കെ തന്നെയാണ് നമ്മൾ പലപ്പോഴും കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. Hallelujah. And so we have to understand the moments when the Lord says wait, He is asking for more room to happen in our lives. തീർച്ചയായിട്ടും ദൈവം നമ്മളോട് കുറച്ച് സമയം കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിന് കുറച്ചും കൂടെ സ്പേസ്, കുറച്ചും കൂടെ സ്ഥലം നമ്മുടെ ജീവിതത്തിൽ അവൻ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Thirdly, we are able to see how God's servant Joshua admonished his people. He said unto the people of Israelites, consecrate yourself, because we are going to witness the greatest act of the Lord. In order to see miracles in your life, let me tell you, people of God, let us take a leaf from what Joshua has commanded to us. Consecrate ourselves to the Lord.
വീണ്ടും യോശുവ ഇങ്ങനെ പറയുന്നു, ആ ജനത്തിനോട് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വേർതിരിച്ച് ശുദ്ധീകരിച്ച് കാപ്പീൻ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിലൊക്കെ കർത്താവിൽ നിന്ന് ചിലതൊക്കെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുകയോ കർത്താവിൽ ചില അത്ഭുതങ്ങൾ ആഗ്രഹിക്കുകയോ കർത്താവിൽ വളരുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ യോശുവ പറഞ്ഞ കാര്യം നമ്മൾക്കും എടുക്കാം, നമ്മുടെ ജീവിതത്തിൽ നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കാരണം തീർച്ചയായിട്ടും ആ ഒരു വിശുദ്ധിയും ഒരു വേർപാടും നമ്മുടെ ജീവിതത്തിലും വളരെ ആവശ്യമാണ്. Right now at this moment China is pressing India at Ladakh border. നമ്മളിപ്പോൾ ഈ പറയുന്ന സമയത്ത് തന്നെ ചൈന ലഡാക്കിന്റെ ആ ബോർഡറിൽ ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു പ്രയാസത്തിന്റെ ഒരു ബുദ്ധിമുട്ടിന്റെ പ്രയാസത്തിന്റെ ഒരു മധ്യത്തിലായിരിക്കുന്നു. Amen. And you have to understand, even probably there could be our prime minister or our defense leaders requesting or ordering to our military people, you have to sharpen yourself. Bring out the best commanders, bring out the best armory, bring out the best tanks, and that is what we are witnessing at this time. ഒരുപക്ഷെ ഇതേ സമയത്ത് തന്നെ നമ്മുടെ മന്ത്രിമാർ, നമ്മളുടെ മേലധികാരികൾ, അവരവിടെയുള്ള കമാൻഡോസിനോടും മിലിറ്ററികളോടും അവരോട് പറയുന്നുണ്ടാവാം, നിങ്ങളുടെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പോരാട്ടം ഞങ്ങൾക്ക് ഇവിടെ വേണം, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള വ്യക്തികളെ ഇവിടെ അയക്കണം, വളരെ ഷാർപ്പൻഡ് ആയിട്ട് ആ യുദ്ധത്തിൽ നിൽക്കാൻ കഴിയുന്ന, അല്ലെ വളരെ ഷാർപ്പായിട്ട് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളെ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഇറക്കണമെന്ന് ഒരു പക്ഷെ അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ മിലിറ്ററിയോടും നമ്മുടെ അധികാരികൾ പറയുന്നുണ്ടാവാം. And you have to notice the army general Joshua was saying not sharpen but set apart. അപ്പോൾ യോശുവ അവിടെ എന്താ പറഞ്ഞത്? ഷാർപ്പൻ ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, അല്ലെങ്കിൽ മൂർച്ച കൂട്ടുവാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. യോശുവ അവിടെ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഒന്ന് വേർതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്, വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. So spiritually speaking, when you set apart, you become sharpened. Hallelujah. Hallelujah. ആത്മീയ ജീവിതത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എപ്പോൾ നമ്മൾ ആ വേർപാട്, നമ്മൾ ഈ ലോകത്തിന്റെ പല കാര്യങ്ങളും നമ്മളൊന്ന് മാറി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു, അതിന് നമ്മൾ ശ്രമിക്കുന്നു, അപ്പോഴൊക്കെയാണ് നമ്മൾ ഷാർപ്പൻഡ് ആവുന്നത്, അല്ലെങ്കിൽ മൂർച്ചയുള്ളതായി മാറുന്നത്. You have to understand this key point, people of God. When any obstacle strikes in your life, and that is the time where we have to set apart ourselves unto the Lord. We have to consecrate from the world. We have to come into the presence of God asking, Lord, what should I do next? തീർച്ചയായിട്ടും ദൈവമക്കളെ, ചില പ്രതികൂലങ്ങളോ മറ്റും നമ്മുടെ മുന്നിലേക്ക് ആഞ്ഞടിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ ലോകത്തിൽ നിന്നൊക്കെ ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് വേർവിട്ട് ആ ചിന്തകളും കാര്യങ്ങളും ഒന്ന് മാറ്റിവെച്ച് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കുറച്ച് കൂടുതൽ സമയം പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട അവസരം അങ്ങനെയുള്ള അവസരങ്ങളാണ്. How we can set apart? Firstly, we can do a self-examination. We can repent in the presence of the Lord, and that is the time that we have to ask, Lord, is there anything that is blocking your grace? Is there anything that is blocking your Holy Spirit to work through my life? And that is the perfect time that we have to do that self-check in the eyes of the Lord. നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ ഒന്ന് വേർതിരിക്കുവാനായിട്ട് സാധിക്കും? നമുക്ക് എങ്ങനെ കർത്താവിലേക്ക് നമ്മളെ ഒന്ന് ആകർഷിക്കുവാനായിട്ട് സാധിക്കും? അതിൻ്റെ ഒന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു സെൽഫ് എക്സാമിനേഷൻ, അതായത് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുക. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കർത്താവിന് എതിരായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധിക്കെതിരായിട്ട് എൻ്റെ ലൈഫിലുള്ളത് എന്തൊക്കെയാണ് എന്ന് ഞാനൊന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതിനെ ഒന്ന് ശുദ്ധീകരിച്ച് മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കും. Secondly, when Joshua said that you have to consecrate, it means that you have to be spiritually vigilant. How? In Old Testament we are able to see the Lord has specifically said that you have to wash your clothes at the time of consecration. You should be sexually abstained, right? You should not indulge in sexual activities. And thirdly, you have to be fully focused with the work of the Lord, with the ceremonies of the Lord. And this is how the people of God prepared themselves, how they consecrated for the Lord. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം എന്ന് യോശുവ പറയുമ്പോൾ തന്നെ നമുക്കതിനെ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് നിങ്ങളുടെ വസ്ത്രങ്ങളെ കഴുകി, വളരെ വൃത്തിയുള്ള വ്യക്തിയെ വസ്ത്രങ്ങളെ കഴുകി സൂക്ഷിക്കണം എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ശയിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അത് തന്നെയല്ല, വീണ്ടും പറയുന്നു ആ സമയം, അവരുടെ സമയത്തെ വേർതിരിച്ച് പ്രാർത്ഥനയ്ക്കായി കൂടുതൽ സമയം ചെലവഴിക്കണം എന്നും യോശുവ ഇവിടെ പറയുന്നു. Yes, that is how that we need to be set apart. We can involved in our day-to-day activities. Probably it could be with our children or our family, but let me tell you, people of God, when you are setting apart a time for the Lord, it is special time.
It is the prime time for the Lord. Hallelujah. And then only the Lord can start speaking to you. Then only the Lord can start using you. Then the moment when you set apart in the hands of the Lord, you will become a chosen vessel for His purpose. ഹല്ലേലൂയ. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്ന സമയം നമ്മുടെ സാധാരണ നടക്കുന്ന സമയത്തിന്റെ ഏതെങ്കിലും ഒരു സമയം വെറുതെ അങ്ങനെ അങ്ങ് എടുക്കുക എന്നുള്ളതല്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്ന സമയം അതിനുവേണ്ടി തന്നെ വേർതിരിച്ചതായിരിക്കണം. അതിനുവേണ്ടി തന്നെ നമ്മൾ ആ ഒരു മഹത്വത്തോടെ ആ ഒരു വിശുദ്ധിയോടെ വേണം നമ്മൾ ആ സമയത്തിനെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കുന്ന സമയത്ത് മാത്രമേ ദൈവം നമ്മളെ ആ രീതിയിൽ ഒന്ന് ചൂസ് ചെയ്യത്തുള്ളൂ. ആ രീതിയിൽ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയിട്ട് ദൈവം നമ്മളെ ചൂസ് ചെയ്യത്തുള്ളൂ. You know, the moment when Joshua gave out this commandment that you have to consecrate yourself, he received 3 blessings from the Lord. ആ ദൈവജനത്തിന്റെ അടുത്ത് തന്നെ തങ്ങളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമെന്ന് യോശുവ പറഞ്ഞപ്പോൾ തന്നെ യോശുവയ്ക്ക് 3 അനുഗ്രഹങ്ങൾ കിട്ടി. In this chapter, verse 7, you know, the very first person who encouraged Joshua was the Lord Himself. He said, Joshua, I will be with you in the same manner like I was with Moses. In that same fashion, my presence is going to go with you. ആമേൻ. ഇവിടെ ഒന്നാമതായി നമ്മൾ കാണുന്നു യോശുവയെ അതിലൊന്ന് എൻകറേജ് ചെയ്തത് ആര് തന്നെയായിരുന്നു? കർത്താവ് തന്നെയായിരുന്നു, യഹോവ തന്നെയായിരുന്നു. ഇതിന്റെ 7ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിന്നീട് യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കുമെന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കും. Amen. It is the Lord's duty to attest His servant. It is not ourselves. We don't need to prove anything in front of the man. If the Lord has chosen you, let me tell you, He will do it. ഹല്ലേലൂയ. നമ്മളല്ല നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വലിയവനാക്കി കാണിക്കേണ്ടത്. അത് കർത്താവിൻ്റെ ഡ്യൂട്ടിയാണ്. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചപ്പോൾ, ദൈവം നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് യഹോവയാണ് നമ്മെ മറ്റുള്ളവരുടെ മുന്നിൽ വലിയവനാക്കി മാറ്റുന്നത്. നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Joshua received the second blessing when he consecrated himself and the people. You know, the Lord gave specific direction to Joshua that you should command the priest to carry the Ark of the Covenant, and when they reach the edge of the river Jordan, they have to stand still. And that was a specific direction that the Lord will command. So the moment when you set apart for the Lord, amen, hallelujah, receive this blessing. You will receive specific direction from the Lord. Hallelujah. തീർച്ചയായിട്ടും ദൈവമക്കളെ, നമ്മളെ തന്നെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ കാണുന്നു യോശുവയോട് അവിടെ യഹോവ സംസാരിക്കുന്നു. എങ്ങനെയാണ് ആ പെട്ടകം കൊണ്ടുപോകേണ്ടത്, ആരാണ് ആ പെട്ടകം എടുക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് നടക്കേണ്ടത് എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു യോശുവയുടെ ജീവിതത്തിൽ കിടക്കുന്നു. 2ാമതായി നമ്മൾ കാണുന്നത് ഇതാണ്, നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മളെ തന്നെ വേർതിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തുമെന്ന് മാത്രമല്ല, കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നെ നമ്മളോട് സംസാരിക്കുവാൻ തുടങ്ങും. Amen. Thirdly, when you set apart for the Lord will unleash His promises upon us. ഹല്ലേലൂയ. 3ാമതായിട്ട് ദൈവത്തിന് വേണ്ടി നമ്മളെ തന്നെ നമ്മളൊന്ന് വേർതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ പ്രോമിസസ് നമ്മുടെ മുകളിലേക്ക് വരുവാനായിട്ട് തുടങ്ങും. You know, in verses 9 to 13, the Lord lists down at least 7 enemies whom you are going to face. But let me tell you, He promised the Spirit of God, the power of God upon Joshua and upon the people of Israelites to overcome them. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ 9ാമത്തെ വാക്യം മുതൽ 13ാമത്തെ വാക്യം വരെ നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം 7 ശത്രുക്കളുടെ പേരുകൾ കർത്താവ് അവിടെ പറയുന്നുണ്ട്. അവർ നേരിടാൻ പോകുന്ന 7 ശത്രുക്കളുടെ പേര്. പക്ഷെ അവിടെ എല്ലാം പറയുന്നു ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ശക്തിയാൽ അവർ അതിനെ എല്ലാം ജയിക്കുമെന്ന് പറയുന്നു. The people of Israelites had to face 7 enemies, but the Spirit of the Lord is the fullness of the Lord. The 7 spirits of the Lord that is recorded in Isaiah chapter 11 verses 1 and 2. The Holy Spirit, the 7 spirits of the Lord will enable you to overcome every 7 giants in your life. Amen. Amen. ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിൽ ഐസയ 11:1 and 2 11ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യത്തിൽ പറയുന്ന കർത്താവിന്റെ ആ 7 ആത്മാവ്, പരിശുദ്ധാത്മാവിന്റെ ആ 7 ആത്മാവിന്റെ ശക്തിയാൽ നമ്മൾ നമ്മുടെ ശത്രുക്കളെ നമ്മൾ വിജയം കാണുക തന്നെ ചെയ്യും. Amen. Hallelujah. So when you make the first crossing,
Jordan is only a trailer. The moment when you cross Jordan, prepare yourself to overcome 7 enemies in your life. നമ്മൾ കടക്കാൻ പോകുന്ന യോർദാൻ നദി നമ്മുടെ മുന്നിൽ ഒരു ട്രെയിലർ മാത്രമാണ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഹൈലൈറ്റ്സ് മാത്രമാണ് എന്ന് നമുക്ക് പറയാം. അത് കഴിയുമ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്തിനാണെന്നറിയാമോ? ഒരു 7 ശത്രുക്കളെങ്കിലും നമ്മുടെ മുന്നിൽ കാണും, നമുക്ക് അവരെ തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. Hallelujah. Hallelujah. Praise God. Hallelujah. People of God, now let me share the next step. Then the people of God has to make the step of faith. Hallelujah. You can receive the voice of the Lord. You can set apart for the Lord. But unless and until if you do not make the step of faith, you will not be able to cross River Jordan. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം, ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ നമ്മൾ ഒരുങ്ങുന്നില്ലയോ എങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. It is probably when we compare the action of faith and with others, it could be easy to pray, it could be easy to wait upon the Lord, but sometimes it is very challenging to make that first step, to come out of your safe zone and to make that step for the Lord. It could be very challenging. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ വളരെ സന്തോഷമുള്ളതാണ്, ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ ആദ്യ പടികൾ ഒന്ന് എടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പലരുടെയും ജീവിതത്തിൽ വളരെയധികം വിഷമമുള്ള ഒന്നായിരിക്കും. You know, myself and Deepa, as we've been in the ministry of the Lord, we've been hearing many encouraging testimonies nowadays and even in our past life. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും വളരെയധികം എൻകറേജിംഗ് ആയിട്ടുള്ള വളരെയധികം നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. We happen to hear the story, the testimony of a husband and wife whom the medical doctors have reported that both of them had fertility issues, and for them to have a baby is much mere impossible task. ഞങ്ങളുടെ ജീവിതത്തിൽ കേട്ടുള്ള ഒരു സാക്ഷ്യം അതുപോലെയാണ്. ഹസ്ബൻഡിൻ്റെ വൈഫിന്, ഭാര്യയ്ക്കും ഭർത്താവിനും ചില ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം അവർക്കൊരു കുഞ്ഞ് ഉണ്ടാവത്തില്ല എന്ന് ഡോക്ടേഴ്സ് എഴുതി കൊടുത്ത ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. But you know what happened? This couple received the promise of the Lord that they will have a baby girl and that is how that the Lord's plan was unfolded to them. But let me tell you, medically that was impossible, but the promise of the Lord said unto them that they are going to have a baby girl. എങ്കിലും ദൈവത്തിന് അവർക്കൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു. കർത്താവ് അവർക്കൊരു വാഗ്ദത്തം കൊണ്ട് ഒരു പെൺകുട്ടി അവർക്കുണ്ടാകുമെന്നുള്ളത്. അതിനെ അവർ മുറുകെ പിടിച്ചു, അതിൽ അവർ വിശ്വസിച്ചു, അതിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Amen. And the next day what happened? They started shopping for their baby girl. They purchased girlish dresses, girls toys and all those things which was related to a baby girl child. അതെ, തീർച്ചയായിട്ടും അതിനുശേഷം അവരെന്താ ചെയ്തതെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ ആ ലഭിച്ച വാഗ്ദത്തം അനുസരിച്ച് ഒരു പെൺകുഞ്ഞ് ജനിക്കുവാണെങ്കിൽ ആ കുഞ്ഞിന് എന്തൊക്കെ വേണമോ അതെല്ലാം അവർ വിശ്വാസത്താൽ ചെന്ന് എല്ലാം ഷോപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. Even their own parents, their relatives, friends, everybody started mocking unto them and they were challenged at that point of time. You know what happened? Miraculously this sister got conceived. Hallelujah. She delivered a baby girl. The promise of the Lord is amen and amen. Do you believe it? ദൈവമക്കളെ, എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ പലരും അവരെ നോക്കിയിട്ട് അവർ ഈ ചെയ്ത പ്രവർത്തികൾ കണ്ടിട്ട് പലരും അവരെ കളിയാക്കി, സുഹൃത്തുക്കൾ അവരെ കളിയാക്കി, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? പക്ഷേ എങ്കിലും അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവർ ആ ഉറച്ചു നിന്ന സമയത്ത് എന്ത് ചെയ്തെന്നറിയാമോ? കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. എന്ന് മാത്രമല്ല, ആ സിസ്റ്റർ കൺസീവ് ചെയ്തു, ഒരു പെൺകുഞ്ഞിനെ തന്നെ അവർ ജന്മം കൊടുക്കാനായിട്ട് ഇടയായി. And this is a step of faith, because we do not walk by sight but we walk by faith. And this is how, when you make a step unto the Lord, let me tell you, God will work in action. He will work in the background. Amen. ദൈവമക്കളെ, തീർച്ചയായിട്ടും നമ്മൾ ആ വിശ്വാസം അനുസരിച്ചുള്ള പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ എടുക്കുമ്പോൾ, ആ വിശ്വാസത്താൽ ഉറച്ചുള്ള പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ നടക്കുന്നത്. I happen to hear another challenging testimony of a missionary in India. You know that poor missionary, he didn't have much money to travel by train.
മറ്റൊരു സുവിശേഷകന്റെ സാക്ഷ്യം ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള പൈസ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഇല്ലായിരുന്നു. And the Lord specifically purposed in his heart that you have to reach there at this particular time. ദൈവം ആ വ്യക്തിയുടെ അടുത്ത് എങ്കിലും പറഞ്ഞിരുന്നു ആ കറക്റ്റ് ഇന്ന സമയത്ത് നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെന്ന്. And one of my brothers in the Lord, okay, you know what happened, he also accompanied with this missionary. Both of them didn't have any single penny in their pockets. ഞങ്ങൾക്കറിയാവുന്ന മറ്റൊരു സുഹൃത്തും കൂടെ ദൈവദാസനും കൂടെ അവരോട് ചേർന്ന് രണ്ടുപേരും ഒരുമിച്ച് പോവുകയായിരുന്നു. പക്ഷെ രണ്ടുപേരുടെ കയ്യിലും പൈസ ഒന്നും ഇല്ലായിരുന്നു. And my dear friend, you know what happened, he was along with the missionary standing at Tambanu railway station, just scratching his head. What is the Lord and how is the Lord going to work at this situation? അപ്പം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ വ്യക്തി ഇങ്ങനെ ചിന്തിച്ചു, എങ്ങനെയായിരിക്കും ഈ ദേവദാസനെ ദൈവം കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. They were standing in the long queue. You know what happened, when the moment when they came nearing to that reception counter, my friend had that heartbeat running out. Okay, you know what, he was just praying to the Lord, I don't know what is going to happen next, but we don't have any money, and the person at the reception counter, that ticket counter, is going to ask us money, but we don't have enough money for that. അവർ ഈ സമയത്ത് അവർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആ കൗണ്ടറിൽ നിൽക്കുകയാണ്. ആ ക്യൂ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ ദേവദാസന് തോന്നി ഇത് ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി കുറച്ച് പേരും കൂടെ ഉള്ളൂ ഞങ്ങളുടെ മുന്നിൽ, ആ കൗണ്ടറിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസയും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇല്ല. So let me tell you, miraculously just about to reach the ticket counter, one particular person was passing by them. The moment when he passed by, that person knew this missionary, and he asked unto that person, brother, where are you traveling unto? He said, yeah, I am going to catch a train, I need to reach there. You know what happened, that visitor, he proposed unto them, both of them, I am going to pay your tickets. You do not have to pay anything, brother, give me, consider this as a tithe offering to your ministry. Hallelujah. People of God, this is how the Lord works. ദൈവമക്കളെ, അതിൻ്റെ ആ സാക്ഷ്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ് പോകുന്നത്. അവർ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഏറ്റവും അടുത്തേക്ക് ചെന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവരുടെ സമയം ആയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വ്യക്തി അവിടെ ഇങ്ങനെ നടന്നു പോകുവാനായിട്ടിടയായി. ആ വ്യക്തി പെട്ടെന്ന് ഇവരെ കാണുകയും ഈ സുവിശേഷകനെ നേരത്തെ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങോട്ട് നിങ്ങൾ പോകുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇന്ന ഒരു സ്ഥലത്തേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാനാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ സുവിശേഷകൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പാസ്റ്ററിൻ്റെ സുഹൃത്തിൻ്റെ അവരുടെ രണ്ടുപേരുടെയും ആ ടിക്കറ്റിനുള്ള പൈസ ഒരു ടൈത്ത് എന്ന വണ്ണം ആ വ്യക്തി അങ്ങ് കൊടുക്കുകയും അതനുസരിച്ചിട്ട് അവർ ആ യാത്ര തുടരാനും ഇടയായിട്ട്. Hallelujah. Hallelujah. And this is how exactly through Joshua the Lord said, the moment when the priests carry the ark of the covenant, when they reach to the edge of the Jordan, you know what happened, you have to touch the river Jordan and stay still. ഹല്ലേലൂയ. നമുക്ക് ഈ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും, യോശുവയുടെ കർത്താവ് പറഞ്ഞത്, യഹോവ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെട്ടകം എടുത്തുകൊണ്ട് പുരോഹിതന്മാർ നടക്കുകയും അവർ ആ യോർദാന്റെ നദിയിൽ ചെല്ലുമ്പോൾ ആ നദിയിലേക്ക് അവരെ സ്റ്റെപ്പിൻ ചെയ്യുകയും കാലുകൾ ചവിട്ടുകയും അവിടെ നിൽക്കുകയും ചെയ്യണം എന്ന് പറയാം. Step and still. You have to make that first step, and when you are still, you are expecting the power of God to come into action. Amen. Hallelujah. The power of God will never operate in your life unless and until you make the first step. That is a very, very important point that we should understand it. ഹല്ലേലൂയ. ദൈവമക്കളെ, തീർച്ചയായിട്ടും ആ സ്റ്റെപ്പിൻ ചെയ്യുക, അല്ലെങ്കിൽ ആദ്യത്തെ ആ ചുവട് വെക്കുക എന്ന് മാത്രമല്ല, സ്റ്റില്ലായിട്ട് നിൽക്കുക, അവിടെ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാനായിട്ട് കാത്തിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ വിശ്വാസത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നതാകുന്നു. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ്, വിശ്വാസത്തിൽ നമ്മളൊരു കാലെടുത്ത് വെക്കുമ്പോൾ, അവിടെ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വിടുതൽ നൽകുന്നത്. Hallelujah. The moment when the priest stepped into the river Jordan, you know what happened? A great miracle happened in the river Jordan. The stream which was supposed to flow from above, the Lord raised a heap in that river. You know what happened? The river got dried up, and that helped the people of Israelites to cross river Jordan. Hallelujah. The mighty overflowing Jordan stood still by the work of the Lord.
ദൈവമക്കളെ, അവിടെ എന്ത് സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. ആ യോർദാന്റെ നടുവിൽ ആ പുരോഹിതന്മാർ അതുമായി നിന്ന സമയത്ത്, യോർദാനിലേക്ക് അവർ ഇറങ്ങി നിന്ന സമയത്ത്, അവിടെ കർത്താവ് അവർക്ക് വേണ്ടി ആ യോർദാനെ ഉണക്കി കൊടുക്കുകയും അതിൻ്റെ നടുവിലൂടെ അവർ യാത്ര ചെയ്യുവാനും ഇടയായി. I just want to bring into your notice a very special verse. It is written in Isaiah chapter 59 verse 19. It says that when the enemy comes in like a flood, the Spirit of the Lord will lift up a standard against him. I don't think the Malayalam translation could be that beautiful, but you have to read that in English. It says that when the enemy comes in like a flood, the Spirit of the Lord will lift up a standard against him. ഹല്ലേലൂയ. ഐസയ 59:19 വാക്യം, അത് പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ അത് അതിൻ്റെ മലയാളത്തിൽ പറയുമ്പോൾ ഒരു പക്ഷേ അത്ര മനോഹരമായിട്ടല്ല, അതിൽ നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് അത് ആക്യുറേറ്റ് വാക്കുകളായിരിക്കത്തില്ല. എങ്കിലും അതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഒരു ശത്രു നിനക്കെതിരെ ഒരു നദി കവിഞ്ഞ് വരുന്നത് പോലെ വരുമ്പോഴൊക്കെയും കർത്താവ് നിനക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നു. അതിനെതിരായിട്ട് അവൻ നിങ്ങൾക്കെതിരെയായിട്ട് നിൽക്കുന്നു, അതിനുവേണ്ടി പൊരുതി നിൽക്കുന്നു. Hallelujah. How many of you believe it today? Hallelujah. Let me tell you, even when the enemy attacks you, even if other people are mocking around you, let me tell you, the Holy Spirit is setting up a standard against them. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കുന്നു? നിങ്ങൾക്കെതിരെ ശത്രു ആഞ്ഞടിക്കുന്ന സമയത്ത്, നിങ്ങൾക്കെതിരെ പല പ്രയാസങ്ങളും വരുന്ന മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങൾക്കെതിരെ നിൽക്കുന്നു, യേശുവ നിങ്ങൾക്കെതിരെ നിൽക്കുന്നു, നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? Oh, let's read together Psalms 114 verses 3 to 7. It's a very beautiful scripture that which I would like to bring into your notice. നമുക്ക് 119 സങ്കീർത്തനത്തിന്റെ 114 സങ്കീർത്തനത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. Yeah, you can read that in Malayalam. 3 മുതൽ 3 to 7. 114 സങ്കീർത്തനം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സമുദ്രം കണ്ട് ഓടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. സമുദ്രമേ, നീ ഓടുന്നതെന്ത്? യോർദാനെ, നീ പിൻവാങ്ങുന്നതെന്ത്? പർവ്വതങ്ങളെ, നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ, നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നതെന്ത്? ഭൂമിയെ, നീ കർത്താവിന്റെ സന്നിധിയിൽ, യാക്കോബിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്കും. Oh, hallelujah. Amen. What a great verse it is. I mean, hallelujah. The sea will look and fled. The Jordan will turn back. The mountains are going to skip like rams. The hills like lambs. And why was it sea that you fled? Jordan, why have you turned back? And finally the psalmist ends upon there. Tremble earth at the presence of the Lord, at the presence of God of Jacob. Hallelujah. Amen. The Red Sea is going to run away from your life. Hallelujah. The river Jordan can't stay over there. Hallelujah. Let me tell you, at the presence of the Lord of Abraham and Jacob, let me tell you, there's nothing impossible in you. Hallelujah. You and I are carrying the Ark of the Covenant. You and I are carrying the presence of God because Christ Jesus, hallelujah, Yeshua, He is the hope of glory. And that is why Apostle Paul says in Colossians chapter 1, he has beautifully placed that scripture, that the hope of glory, Christ Jesus, is within you. Hallelujah. We are carrying the presence of God. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് എതിരെ വരുന്ന സമുദ്രത്തിനോ നിങ്ങൾക്കെതിരെ വരുന്ന യോർദാൻ നദിക്കോ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനായിട്ട് പറ്റുകത്തില്ല. ഇവിടെ ഈ വചനത്തിൽ പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുന്നിൽ ഭൂമി വിറയ്ക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉള്ളപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ മുന്നിൽ ഈ ശത്രു കൊണ്ടിരുന്ന യാതൊന്നിനും ഒരു രീതിയിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കുക, പൗലോസ് പറയുന്നത് പോലെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, അവനിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. Yeah, there is a very popular advertisement in India which is a Hindi dialogue. Dar ke aag jeet hai. After fear there is victory. Let me tell you, Jordan ke aag jeet hai. Aage jeet hai. After crossing river Jordan, let me tell you, victory is in waiting for you. Hallelujah.
നമുക്ക് ഇങ്ങനെ ഒരു ഹിന്ദിയിലൊരു ഇതുണ്ട്. ഇപ്പം ദേവദാസൻ പറഞ്ഞതുപോലെ ഡർക്കെ ആകെ ജീത്തെ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഭയത്തിൻ്റെ മുന്നിൽ നമ്മൾ ഭയത്തെ നമ്മളൊന്ന് ഓവർകം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു വിജയം കിട്ടുന്നു. അതുപോലെ തന്നെ ദൈവമക്കളെ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പ്രയാസങ്ങളിലെയും ആ ബുദ്ധിമുട്ടുകളുടെയും മധ്യ നമ്മൾ പകച്ചു നിൽക്കുവാനായിട്ടല്ല, ക്രിസ്തുവിനെ നോക്കി നിങ്ങൾ അതിനെ ഓവർകം ചെയ്യണം. നിങ്ങൾ വിജയത്തിലേക്ക് എത്തണം. Shall we pray? Hallelujah. People of God, prepare yourselves. Amen. There could be some instances where you'll be facing like the people of Israelites. Waiting, wandering in front of an overflowing river Jordan. Lord, I do not have any clue what is happening in my life. But let me tell you, if you are carrying the presence of God, if you are waiting for the Lord, if you are going to set apart for the Lord, hallelujah, the Lord is able to take you, to cross you even through that valley of death. Hallelujah. People of God, receive the touch of Yeshua. Hallelujah. Father, together, Father, as ministers of God, we are releasing a holy purpose upon your people, Lord. We are releasing the hand of the Lord upon your people, Lord. Touch them, Lord. Hallelujah, Father. Even though they are walking through the valley of death, Father, we are asking, Lord, let your presence come down, Lord. Oh, hallelujah. Let your miraculous word reveal unto your people, Lord. Let the right hand of the Lord, Yeshua HaMashiach, reveal through their lives, Father. In the matchless name of Yeshua HaMashiach, we ask, Lord, heal your people, deliver your people, Lord. Lord, let every overflowing rivers be stand still in the mighty name of Yeshua, Lord. Oh, Lord. Thank you, Father. Thank you, Lord, for this wonderful ministering time, Lord. Bless your people in Yeshua HaMashiach name. Amen. 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 God bless you.